കേരളത്തിൽ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ വയനാട്ടിലേക്കുള്ള യാത്ര വല്ലാത്തൊരു അപകടം പിടിച്ച യാത്രയായിപ്പോയി മക്കളെ. എങ്ങനെയോ വീട്ടിലേക്ക് വേഗം എത്താമെന്ന് വിചാരിച്ച് ഞാൻ ഗ്ലാസ് ഹൗസ് പോലും കാണാതെ ഓടിപ്പോവുക. എന്താ ചെയ്യുക, ഗ്ലാസ് ബ്രിഡ്ജ്. എന്നിട്ടിപ്പോൾ എന്താ ഞങ്ങളിതാ ഷാമിലാണ് ഡ്രൈവ് ചെയ്ത് തളർന്നിരിക്കുക. ഷാമിൽ ഉസ്താദ് സാജിദ് മാഷത ബാക്കിൽ ഫെഡപ്പായി ഇങ്ങനെ ചടിച്ച് കിടക്കുക. അതായത് ഈ ലോറിക്കാരാണ് മുഴുവൻ പ്രശ്നം. ഈ ലോറിക്കാരെ വെക്കേഷൻ ഡേയിൽ കടത്തി വിടൂല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ശനിയാഴ്ച വയനാട്ടിൽ ഉത്തരവിട്ടിരുന്നു. അതായത് 6 മണിക്ക് ശേഷം ശനി ഞായർ ദിവസങ്ങളിൽ ലോറി കയറ്റിയുടെ ഇപ്പം എന്താ നമ്മൾ കണ്ടല്ലോ, ലോറി പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഭരണാധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ലോറികൾ, ഹെവി വെഹിക്കിൾ കടത്തി വിടരുത്. ഇവിടെ യാത്രക്കാരെ സുഗമമായിട്ട് പോകാൻ അനുവദിക്കണം. തീർച്ചയായിട്ടും വയനാട് നമ്മുടെ സുന്ദരമായ പ്രദേശമാണ്. അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് നീക്കാൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഉചിതമായ സമീപനങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് കൂടിയായിട്ടുള്ള, പരിചയമല്ല നല്ല സുഹൃത്താണല്ലോ, നമ്മളവിടെ മത്സരിച്ചാലേ, അപ്പം സുഹൃത്ത് കൂടിയായ റിയാസ് ഭായിനോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, ഒരു ഭൂഗർഭ ഇതില്ലേ ഗുഹ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ലോറികൾക്ക് ടൈം നിശ്ചയിക്കണം. കളക്ടർ ചെയ്ത ഉത്തരവ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും നമ്മുടെ കേന്ദ്രമന്ത്രിമാരും എല്ലാവരും ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.